റഡാർ സിഗ്നൽ ലഭിച്ച ഗംഗാവാലി പുഴയിലെ മൺകൂനയിലാണ് ഇന്ന് അർജുനായി തെരച്ചിൽ നടത്തുക. ആഴത്തിൽ ലോകഭാഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന ഇൻ്റലിജൻസ് ഓബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഇന്ന് എത്തിക്കും. പുഴയിലെ ആഴത്തിലുള്ള തെരച്ചിലിനായി കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുവെന്നും ലോറി ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും കാർവാറിലെ MLA സതീഷ് കൃഷ്ണ സെയിൽ 24 പറഞ്ഞു. Today we have thought to bring high boom, means long boom, which reach up to 60 feet. It is a maximum what is there in our area. It is coming from Gokak near Belgaum. That also it is loaded 2 vehicle, 2 machine I have told, but unfortunately that 40 meter of the backside it is showing. For that we have done only one machine, and if required tomorrow also we will bring the another machine you have seen. Okay. ഇപ്പോൾ ഷിരൂർ ക്യാമ്പിൽ നിന്ന് നമ്മുടെ വാർത്താ സംഘം നമുക്കൊപ്പം ചേരുകയാണ്. ഷഫീദ് റാവുത്തറും അരുൺ പാറയ്ക്കലും അരുൺ പൂപ്പറമ്പയും ഇപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം ഷിരൂരിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ കൂടി ചേരും. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് പറയാൻ കഴിയുന്ന വിവരങ്ങൾ? ഇത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്, പറയൂ. നമുക്ക് ഇപ്പോൾ എൻ്റെ പിന്നിലുള്ള ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നേവി സംഘം ഇന്നത്തെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഡിങ്കി ബോട്ടുകളിൽ ഇതിനോടകം തന്നെ ഗംഗാവാലി നദിയിൽ തിരച്ചിലിനിറങ്ങുകയാണ് നേവി സംഘം. അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 6 മണിക്കും 6:30ക്കും ഒക്കെ ഇറങ്ങി നേവി സംഘം ഇന്ന് 7 മണിയോട് അടുത്തു ഇവിടെ പരിശോധന നടത്താൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ നമ്മൾ ശ്രദ്ധേയമായി കാണുന്ന ഒരു കാര്യം, അതായത് നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു സിഗ്നലുണ്ട്, ഒരു റഡാർ സിഗ്നലുണ്ട്. മാത്രമല്ല സോണാർ സിഗ്നലും സമാനമായ രീതിയിൽ ഒരിടത്ത് സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ് കാർവാർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന അതായിരിക്കും ഇന്ന് നേവി സംഘം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇന്ന് അത്യാധുനിക സൗകര്യമുള്ള യന്ത്രങ്ങൾ, പ്രത്യേകിച്ച് ഭൂമിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടേക്ക് എത്തിക്കുമെന്ന് ഈ കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നു. ഈ കാർവാർ MLA ആയിട്ടുള്ള സതീഷ് കൃഷ്ണ സെയിൽ അദ്ദേഹമാണ് ഇന്നലെ രാത്രിയും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറയുന്നത്, ഈ ഭൂം സംവിധാനമുള്ള, അതായത് വലിയ നീളമുള്ള കൈകളാണതിന്. മാത്രമല്ല ആ സൗകര്യം എത്തിക്കുമ്പോൾ ഈ മണ്ണ് നീക്കം കുറെ കൂടി വേഗത്തിൽ നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നേവി സംഘം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്നത് പോലെ തന്നെ അവർ തിരച്ചിലിനിറങ്ങുന്നു. ഇന്നെങ്കിലും ഇക്കാര്യത്തിൽ അർജുനെ കണ്ടെത്താൻ കഴിയും, അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുമോ എന്നുള്ളതാണ് നമ്മളും ഈ വേദനയോടെ കാത്തിരിക്കുന്ന കാര്യം. ഏതായാലും വലിയ തടസ്സങ്ങൾ ഈ തെരച്ചിലിന് ഉണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, പ്രതികൂല കാലാവസ്ഥയുണ്ട്. മാത്രവുമല്ല ഈ ഗംഗാവാലി നദിയുടെ ഒഴുക്ക്, അത് നമുക്കറിയാം, ഈ മൺകൂന ഇടിഞ്ഞിങ്ങനെ നദിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗതിമാറിയടക്കം ഒഴുകിയൊരു സാഹചര്യം, അത് കഴിഞ്ഞ ദിവസത്തെ ഞെട്ടിപ്പിക്കുന്ന ഭീകരത ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിലുള്ള തിരിച്ചടികളുണ്ട്, ആ രീതിയിലുള്ള വെല്ലുവിളികളുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് വേണം തിരച്ചിൽ നടത്താൻ. ആ തിരച്ചിൽ, ഇന്നത്തെ തിരച്ചിൽ ഇപ്പോൾ ആരംഭിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് ഈ നേവി സംഘം ഈ ഗംഗാവാലി നദിയിലേക്ക് തിരച്ചിൽ നടത്തും. ഇതിൽ നേവി സംഘം ഔദ്യോഗികമായി തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയ വിവരമനുസരിച്ച് ഇവിടെ സ്ക്യൂബ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധ്യമല്ല. കാരണം ഒന്ന്, നദിയുടെ ഒഴുക്ക്, മാത്രവുമല്ല നദിയുടെ വിസിബിലിറ്റി കുറവ്. മൂന്നാമത്തേത്, നമ്മളിപ്പോൾ ഈ പ്രത്യക്ഷമായി നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ, അതൊന്ന് സൂം ചെയ്താൽ കാണാൻ സാധിക്കും, ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ വലിയ മണൽക്കൂന, ഇപ്പോൾ ഈ വെള്ളത്തിന് മുകളിൽ ഉയർന്നിരിക്കുന്ന ഈ മണൽക്കൂന, അതിന് താഴെയും സമാനമായ രീതിയിൽ, അതായത് വെള്ളത്തിന് താഴെയും ചെറിയ മണൽക്കൂനകളുണ്ട് എന്നൊരു ഔദ്യോഗികമായിട്ടുള്ള വിവരം അത് നേവി ഉദ്യോഗസ്ഥരുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഡൈവിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങിയുള്ളൊരു തെരച്ചിൽ ഇവിടെ നടക്കില്ല. മാത്രമല്ല ഈ ഗംഗാവാലി നദിയുടെ ഒരു ഒഴുക്ക് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നദി കുത്തി ഒഴുകുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടേക്ക് ഇറങ്ങി എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും അവരെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡൈവിംഗ് പോസിബിൾ അല്ല. പിന്നെ പോസിബിൾ ആയിട്ടുള്ള കാര്യം, ഡിങ്കി ബോട്ടുകളിൽ റഡാർ സംവിധാനവും സോണാർ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ്. നിലവിൽ ഇപ്പോൾ ഈ മെറ്റൽ കണ്ടന്റ് കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് ഇന്നുകൂടി, അല്ലെങ്കിൽ ഇന്ന് രാവിലെ 10 മണിക്ക് മുൻപ് കൂടി വളരെ വിശദമായിട്ടുള്ളൊരു പരിശോധന ആ രീതിയിൽ നടത്തുക, ഒരു ശാസ്ത്രീയമായ തിരച്ചിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തുക, ശേഷം ഇക്കാര്യത്തിൽ തുടർ നീക്കം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ അധികൃതരിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം. ഏതായാലും തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. 7 മണിയോടുകൂടി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ നേവി സംഘം സംഭവ സ്ഥലത്തേക്ക് എത്തും. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ ഗംഗാവാലി നദിയിലേക്ക് തിരച്ചിലിനിറങ്ങാൻ പോകുന്ന നേവി സംഘത്തെയാണ്. ഇവിടേക്ക് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല.
ഈ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ കയറി വരാൻ നേരവും തിരച്ചിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയും തടയലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് മറ്റൊരു വഴി കൂടി നമുക്ക് കയറി ഇങ്ങോട്ടേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദേശവാസികളെ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അത് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന കരയുടെ മറുകര, ആ മറുകരയുടെ ആകാശ ദൃശ്യം നമ്മൾ കണ്ടതാണ്. അവിടേക്ക് ഈ മണ്ണിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് മണ്ണിങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പരിസരവാസികളായ ആളുകൾ ഭയന്ന് പരിഭ്രാന്തിയോടുകൂടി നിലവിളിച്ചു ഓടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് നമുക്കതിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ കഴിയും. ഏത് രീതിയിലാണ് അപകടം ഉണ്ടായത് എന്നുള്ള തീവ്രത മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഗംഗാവാലി നദിയിലെ പരിശോധന തിരച്ചിൽ അത് തുടരുകയാണ്. ഈ മണൽക്കൂന തന്നെ വലിയ തിരിച്ചടി. ഈ മണൽക്കൂനയ്ക്കടിയിൽ എവിടെയെങ്കിലും ഒരു മെറ്റൽ ഡിറ്റക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. വലിയ സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ട് കർണാടക ജില്ലാ ഭരണകൂടവും കർണാടക പോലീസും ഇവിടെ ഒരുക്കുന്നുണ്ട്. കാരണം മാധ്യമങ്ങളെ കാര്യമായി ഈ അപകടം നടന്ന സ്പോട്ടിലേക്ക്, അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്പോട്ടിന് കുറച്ച് താഴേക്ക് മാറിയാണ്. അവിടെ ആ ഭാഗത്താണ് മണ്ണിങ്ങനെ ഇടിഞ്ഞു താഴേക്ക് വന്നത്, അവിടെ ഈ അപകടമുണ്ടായ സ്ഥലം. അപ്പോൾ സ്വാഭാവികമായും ആ സ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ബാരിക്കേഡൊക്കെ വെച്ച് കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നലെയും സമാനമായ രീതിയിലുള്ള സാഹചര്യമായിരുന്നു. ഇങ്ങോട്ടേക്ക് കയറ്റി വിടുന്നില്ല എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നൊരു ആക്ഷേപം. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ച് നിയറസ്റ്റായിട്ട് രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തിന് കുറച്ച് നിയറസ്റ്റായി എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തുള്ളിൽ നേവി സംഘം ഡിങ്കി ബോട്ടുകളിൽ ഈ ഗംഗാവാലി നദിയിൽ തിരച്ചിൽ ആരംഭിക്കും. ആ തിരച്ചിലിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ, തുടർ നടപടികൾ എങ്ങനെ വേണമെന്നുള്ളത്. 10 മണിയോടുകൂടി ആ ബൂം സംവിധാനം, അതായത് നീളൻ കൈകളുള്ളൊരു മിഷനാണത്, JCBയുടെ ഒരു വേറെ വകഭേദമാണ്. അപ്പോൾ സ്വാഭാവികമായും അതുകൂടി വരുമ്പോൾ മണ്ണ് നീക്കം സാധ്യമാകും. മാത്രമല്ല ഡ്രഡ്ജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തുടർ നീക്കം നടത്തുന്നുണ്ട് ജില്ലാ ഭരണകൂടം. പതുക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ തിരച്ചിലിൻ്റെ ഒരു വേഗത കുറയുന്നുണ്ടോ എന്നുള്ള സംശയം അത് സ്വാഭാവികമായും നമ്മൾക്കുമുണ്ട്. കാരണം ആ ദിവസങ്ങളിലേക്ക് പോലൊരു ചൂട് ഈ ദിവസങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷെ അപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് തിരച്ചിലിലേക്ക് നേവി സംഘം ഗംഗാവാലി നദിയിലേക്ക് തിരച്ചിലിന് ഇറങ്ങുകയാണ്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സിഗ്നൽ സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയുടെ നേരിയ അറ്റം, അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള തോന്നലുണ്ടാക്കിയതാണ്. ആ തോന്നലിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്നും അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ തെരച്ചിൽ തുടരുക. ഇപ്പോൾ ഡിങ്കി ബോട്ടുകളിൽ നേവി ഉദ്യോഗസ്ഥരുടെ സംഘം ഈ നദിയിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസവും ഇവർ ഈ കുറച്ചധികം ഭാഗത്തേക്കൊക്കെ പോയി തിരച്ചിൽ നടത്തി. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു, തിരികെ കയറേണ്ടി വന്നു, വളരെ വേഗം തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ആ രീതിയിലുള്ള സാഹചര്യങ്ങൾ അത് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും കൂടുതൽ NDRF സംഘങ്ങളടക്കം ഇവിടേക്ക് എത്തി. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. 2 വിങ്ങി നിൽക്കുന്ന മലകൾക്ക് നടുവിലാണ് ഈ ഷിരൂരിലെ ദേശീയപാത ഇപ്പോൾ കാണുന്നത്.